ഭർത്താവിന്റെ പോലെ വാങ്ങിച്ചിട്ടില്ല ഒരവന്റെ അവന്റെ പോലെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവന്റെ ഒരു കാശും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും അവന്റെ ഒന്നും ഞാൻ അവന്റെ സ്വത്തും വാങ്ങിച്ചില്ല. എന്റെ സ്വർണ്ണം ഇങ്ങോട്ട് വരണം. 66 പോലെ ഇങ്ങോട്ട് വരണം. മാസം ഒന്നും അവന്റെ ഒരു കുന്തം ഞാൻ വാങ്ങിക്കുന്നില്ല. അവന്റെ ഇനി എന്റെ പേര് വല്ലവന്മാരൊക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതുപോലെ കള്ളത്തരൊക്കെ വരുമാർ കാണിക്കണം. ഇനി തിരക്കണം. വല്ലവന്മാർ എന്റെ പേര് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. എന്തൊക്കെയാ പരിപാടികൾ. കള്ളികൾ മുതുകള്ളികളുണ്ട് ഈ ലോകത്ത്. മുതുകള്ളികൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഞാനാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അഭിനയിച്ച് വാങ്ങിക്കുന്ന മുതുകള്ളികളൊക്കെ കാണും. ഇതുപോലത്തെ അത്ര ദേശീയമായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഈ ലോകത്ത്. കെട്ട കെടുമ്പുകൾ നാണവന്മാരും ഇല്ലാത്തവന്മാരും എന്തായാലും. ഞാൻ ദൈവം എന്റെ ജോലിക്ക് പോയി അവൻ നമ്മളെ നിന്റെ പൂര നിന്റെ 2 ലക്ഷം പൂര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 2 ലക്ഷം പൂര എന്ന് പറഞ്ഞ എന്തോ ചീത്തവിളിയായിരുന്നു. ചീത്തവിളിയായിരുന്നു. നമ്മൾ കോടതിയിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോ അവന് ഭയങ്കര രോഗം. വിശ്വനാഥൻ എന്ന് പറയുന്ന അങ്ങേര് എനിക്ക് 5 രൂപ കാശ് തന്നിട്ടില്ല. ഏതോ അണ്ണുമാര് വാങ്ങിച്ചെടുക്കുമായിരുന്നു തോന്നുന്നു. ഞാൻ പോകുന്നില്ല. പിന്നല്ലാതെ എനിക്ക് 5 പൈസ കാശ് തന്നിട്ടില്ല. 5 പൈസ കാശ്. നാണോ ഏത് സീനിയർ ഉണ്ട് 5 പൈസയുടെ കാശ് തന്നിട്ടില്ല. 5 പൈസ. അതേസമയം എന്താ പറഞ്ഞാലും നമ്മുടെ എന്തുവാ സാറിന്റെ പേര് ചന്ദ്രമോഹൻ ദാസ് സാറ് 10-20,000 രൂപയാ ഉള്ള പോലെ പറയും തന്നിട്ടുണ്ട്. 10-20,000 10,000 രൂപ 1-ാം തീയതി തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ 2,000 രൂപ എല്ലാ വെള്ളിയാഴ്ച എന്തായാലും പിന്നെ സാറ് തന്നിട്ടുണ്ട്. ആഹാരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഉള്ളത് കണ്ടത് തന്നെന്ന് തന്നെ പറയും. ആർക്കാ? അയ്യോ ഇല്ല. ന്യൂട്രി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുമാത്രം കാശ് അങ്ങനെ വാങ്ങിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. അത് നല്ല കുടുംബത്തിൽ ജനിക്കണമേ. പണ്ടേ വല്ലതൊക്കെ കാണുന്ന കുടുംബത്തിൽ ജനിക്കണം തരാന്. അങ്ങനെ ഈ വിശ്വനാഥന്റെ എന്തോ ഒരു കുട്ടി കൂരയായിരുന്നു. കൂര. ഇതാ കൂടെന്ന് പറയണ്ട. കുടുംബത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ചവരൊക്കെ കൂലിയന്മാർക്ക് കാശ് കൊടുക്കും. ആകെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു കേക്കാ. കേക്ക് ഞാൻ മറക്കത്തില്ല. ഒരു കേക്കാണ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു കേക്ക്. ക്രിസ്മസ് കേക്ക്. അല്ലാതെ 5 പൈസക്കാശ് എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഒരാൾ എനിക്ക് ഒരു 50 രൂപ താമരിച്ച കിളവൻ കൊണ്ട് തന്നപ്പോ ഞാൻ പറഞ്ഞു സാർ എന്നോട് പറഞ്ഞിട്ടില്ല വാങ്ങിക്കാന്. അത് തന്നെയല്ല അവർ താമരിച്ച കിളവൻ എന്നും വഴക്കം വയ്യാവേലിയായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഇതുപോലത്തെ കുടുംബത്തിൽ ഇതുപോലത്തെ അയാളുടെ മോൻ കിടന്നത് നമ്മളൊന്നും നോക്കേണ്ട. നിങ്ങളുടെ കേസ് ഞാൻ പറയുന്നത് ഞാൻ സാറിന്റെ ചോദിച്ചത് അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. 50 രൂപ കൊണ്ട് ഞാനും നിങ്ങളുടെ കൈ വെച്ചോളാൻ പറഞ്ഞു. ദൈവം കണ്ടിട്ടുണ്ട് ഈശ്വരാ. നീ വരുമ്പോ എനിക്ക് തന്നാൽ മതി. പിടിച്ചു പറിച്ചോളുമാരുടെ എല്ലാം പിടിച്ചു പറിക്കുന്നവന്മാരുടെ എല്ലാം അവസാനം കാണിക്കണം ഭഗവാനെ. അത് മാത്രമല്ല എന്റെ പ്രാർത്ഥന. അവന്മാരെല്ലാം നശിച്ച് മാറാമക്കല്ല് വെച്ച് പോകണം പിടിച്ച് പറിക്കുന്നവന്മാരും എല്ലാം. എന്നോട് ഒത്തിരി പിടിച്ചു പറിച്ച് ഭഗവാനെ നീ കണ്ടിട്ടുണ്ട്. പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം ഭഗവാനെ. എന്നോട് പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം. എന്റെ വീട്ടിലേക്ക് പറയുന്നത് എന്നോട് പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം. എന്നെ അത് ചെയ്തവരെല്ലാം അതുപോലെ നശിപ്പിച്ച് ഭഗവാനെ മുടിക്കണം. ഭഗവാനെ ഇവന്മാർ എന്നോട് ചെയ്യുന്നതിന് നീ മുടിക്കണം. ഇതെല്ലാം അടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുന്നതിനെല്ലാം ഇവന്മാരെ ശരിയാക്കണം ഭഗവാനെ. കൃഷ്ണ ഇവന്മാരെല്ലാം അടുത്ത് എന്നത്തിൽ ആർക്കേലും ഒക്കെ ജനിപ്പിക്കണം. ഇതുപോലെ വല്ലവരൊക്കെ നശിപ്പിക്കണം. ഇതുപോലെ ഇവന്മാരെയും കഴിഞ്ഞ് ഇവന്മാരെ നശിപ്പിക്കാൻ നടക്കുന്നു. എന്നെ നശിപ്പിക്കുന്ന എന്റെ കൊച്ചിനെ കൂടെ നശിപ്പിക്കണം എന്നുള്ളതാണ്. ഓരോ ആൾമാർ നാണോമാനം ഇല്ലാതെ നടക്കുക. മുതുവേശികൾ കണ്ട ആണുങ്ങളെല്ലാം വാങ്ങിച്ചു. ഒരു നാണവും ഇല്ലാത്ത കൈ നീട്ടി വാങ്ങിക്കുന്ന കുറെ ആൾമാരുണ്ട്. കേട്ട വട്ടിയൊക്കെ ഇത്രയും നാണം ഇല്ലാത്ത ആൾമാരുണ്ടോ ഭഗവാനെ? ഏതാ ഭഗവാൻ ഇങ്ങനെ ഇവളുമാരെയൊക്കെ ജനിപ്പിക്കുന്നത്? ഭഗവാനോട് പേരൊക്കെ എനിക്കറിയാം. വാങ്ങിക്കുന്നവരുടെ പേരൊക്കെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തെ കാണിച്ചു തരിയിലൊന്നും ഇനി വേണ്ട. എനിക്കറിയാം. ഭഗവാനും നല്ലപോലെ അറിയാം. ഭഗവാനെ മറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഒരവളുമാർക്കും ഭഗവാനെ മറയ്ക്കാൻ ഭഗവാൻ കാണുന്നുണ്ട്. അവരവരെ ഇല്ലാതാക്കിയ പോലെ ഭഗവാൻ ഇല്ലാതാക്കും.